ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജനാധിപത്യം എന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആ വലിയ ആശയത്തെ ഒന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. പണ്ടത്തെ ഗ്രീക്ക് ചിന്തകൾ തുടങ്ങി ഇന്നത്തെ ഭരണരീതികൾ വരെ നമുക്കിതിന്റെ ഓരോ ഭാഗവും വിശദമായി തന്നെ നോക്കാം. അപ്പോ എന്തൊക്കെയാ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം തന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് കാണും. അതിന്റെ രണ്ട് പ്രധാന രൂപങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കും. ഇന്നത്തെ ലോകത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ മറ്റ് ചില രൂപങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം? അതിന്റെ കാതലെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ജനങ്ങളുടെ ഭരണം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്, അല്ലേ? ജനങ്ങളുടെ ഭരണം. പക്ഷേ ശരിക്കും എന്താ ഇതിന്റെ അർത്ഥം? അധികാരം എങ്ങനെയാണ് ജനങ്ങളുടെ കയ്യിലെത്തുന്നത്? ആഹാ, നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ വാക്ക് വന്നത് എവിടുന്നാണ് നോക്കിയാൽ തന്നെ സംഭവം ക്ലിയർ ആവും. പഴയ ഗ്രീക്ക് ഭാഷയിലെ ഡെമോസ് എന്നുവെച്ചാൽ ജനങ്ങൾ, പിന്നെ ക്രാറ്റോസ്, അതിനർത്ഥം ഭരണം അല്ലെങ്കിൽ അധികാരം. അപ്പോൾ രണ്ടും കൂടി ചേർത്താല് സിമ്പിൾ: ജനങ്ങളുടെ ഭരണം. എന്ത് ലളിതവും പവർഫുള്ളുമായ ഒരു ഐഡിയ ആണല്ലേ? ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ഓടിവരുന്ന ആദ്യത്തെ വാക്കുകൾ ഇതായിരിക്കും, അല്ലേ? എബ്രഹാം ലിങ്കന്റെ ജനങ്ങളാൽ ജനങ്ങൾക്കുവേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണം. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിലും ഭംഗിയായിട്ട് എങ്ങനെയാ പറയാ? അധികാരം ജനങ്ങളിൽ നിന്നായിരിക്കണം, അത് ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയായിരിക്കണം, ഭരണം നടത്തേണ്ടതും ജനങ്ങൾ തന്നെയായിരിക്കണം. ഒരു ബിൽഡിങ്ങിന് തൂണുകളുള്ളതുപോലെ ജനാധിപത്യത്തിനും കുറച്ച് അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇവയില്ലാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ശരിക്കും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോ ഏതൊക്കെയാണ് ആ തത്വങ്ങൾ? നമുക്ക് നോക്കാം. നോക്കൂ, ഒരു നല്ല ജനാധിപത്യത്തിന് ഈ 5 തൂണുകൾ എന്തായാലും വേണം. 1. ജനകീയ പരമാധികാരം, അതായത് ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ്, വേറാരുമല്ല. 2. മൗലികാവകാശങ്ങൾ, നമുക്ക് സംസാരിക്കാനും സംഘടിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. 3. നിയമവാഴ്ച, നിയമത്തിനു മുന്നിൽ പിന്നെ പ്രധാനമന്ത്രിയായാലും സാധാരണക്കാരനായാലും എല്ലാവരും ഒന്നായിരിക്കണം. 4. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ്. പിന്നെ 5. വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം: ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ഒരിക്കലും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാവരുത്. കണ്ടില്ലേ, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ജനാധിപത്യം ശരിക്കും വർക്കാവുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ ഭരണമെന്ന് നമ്മൾ പറഞ്ഞു, ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? ഇതിന് പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ജനങ്ങൾ നേരിട്ട് ഭരിക്കുന്നു, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരിക്കുന്നു. നമുക്ക് ആ 2 രീതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ആ വ്യത്യാസം നല്ല ക്ലിയർ ആയിട്ട് കാണാം. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും നിയമമുണ്ടാക്കുന്നതിൽ നേരിട്ട് പങ്കാളിയാകുന്നു. പണ്ടത്തെ ഏതൻസിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുള്ളൊരു രാജ്യത്ത് ഇത് നടക്കുമോ? ഇല്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യം ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അവർ നമുക്കുവേണ്ടി പാർലമെന്റിൽ പോയി സംസാരിക്കുന്നു, നിയമങ്ങളുണ്ടാക്കുന്നു. ശരി, അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വിട്ട് നമുക്ക് ഇന്നത്തെ ലോകത്തേക്ക് വരാം. ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രാതിനിധ്യ ജനാധിപത്യ രാജ്യങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും 2 തരം ഭരണ സംവിധാനങ്ങളുണ്ട്. അതെ, പാർലമെന്ററി സിസ്റ്റവും പിന്നെ പ്രസിഡൻഷ്യൽ സിസ്റ്റവും. ഇവ തമ്മിലുള്ള ആ ഒരു ബേസിക് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ നോക്കൂ. പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോ ഇന്ത്യയിലെയോ ബ്രിട്ടനിലെയോ പോലുള്ള ഒരു പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെന്റിനോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അമേരിക്കയിലൊക്കെയുള്ള പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അവിടെ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം നിയമനിർമ്മാണ സഭയുടെ, അതായത് കോൺഗ്രസിന്റെ ഒരു ഭാഗമല്ല. ഈ ഒരു വ്യത്യാസം ഭരണത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും കേട്ടോ. അപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്ററി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ എന്ന് മാത്രമല്ല, അതിന് വേറെയും പല രൂപങ്ങളും തലങ്ങളുമൊക്കെയുണ്ട്. നമുക്ക് അതിൽ ചിലതൊന്ന് പെട്ടെന്ന് നോക്കിപ്പോകാം. ഇനി നമുക്ക് ജനാധിപത്യത്തിന്റെ മറ്റു ചില മുഖങ്ങളൊന്ന് പരിചയപ്പെടാം. ഭരണഘടനാപരമായ ജനാധിപത്യം എന്നുവെച്ചാൽ ആ രാജ്യത്തെ ഭരണഘടനയാണ് ഏറ്റവും വലുത്, അതിനപ്പുറം ഒന്നുമില്ല. ലിബറൽ ജനാധിപത്യമാണെങ്കിൽ വ്യക്തിസ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഇനി പങ്കാളിത്ത ജനാധിപത്യമെന്ന് കേട്ടിട്ടുണ്ടോ? അത് പറയുന്നത് നമ്മൾ വെറുതെ വോട്ട് ചെയ്താൽ മാത്രം പോരാ, ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ ആക്റ്റീവായിട്ട് ഇടപെടണമെന്നാണ്. ഇതൊക്കെ ജനാധിപത്യമെന്ന വലിയ ആശയത്തിന്റെ പല പല വേർഷനുകളാണ്. അങ്ങനെ
നമ്മൾ ഈ ഒരു ചർച്ചയുടെ അവസാന ഭാഗത്തേക്കെത്തി. അപ്പോ ഈ ഒരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാം. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ റോൾ എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണത് അവസാനിക്കുന്നത്? 5 വർഷം കൂടുമ്പോൾ ഒന്ന് പോയി വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ നമ്മുടെ ഉത്തരവാദിത്തം? അതോ നമ്മുടെ ശബ്ദം എല്ലാ ദിവസവും കേൾപ്പിക്കാൻ വേറെ വഴികളുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.